കീടങ്ങൾ തുടരുമോ എന്നുള്ളതാണ് ചോദ്യം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, പറഞ്ഞ വാക്ക് പാലിക്കാതിരിക്കുക എന്നുള്ളത് നരേന്ദ്രമോദി സർക്കാർ എങ്ങനെയാണ് വിദഗ്ധമായി പാലിക്കുന്നത് എന്നത് എത്രയോ ഉദാഹരണങ്ങളിലൂടെ നമ്മൾ കണ്ടതാണ്. BJP അധികാരത്തിൽ വരുന്നതിന് മുമ്പ് കള്ളപ്പണം മുഴുവൻ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നാൽ ഓരോ പൗരൻ്റെയും പോക്കറ്റിൽ 15 ലക്ഷം രൂപ വെച്ചു കൊടുക്കാൻ മാത്രമുണ്ടാവും അത് എന്ന് പറഞ്ഞത് ഇതേ പ്രധാനമന്ത്രിയാണ്. അന്ന് ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന വേളയിൽ നടത്തിയ പ്രസംഗത്തിലാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കള്ളപ്പണം പൂർണ്ണമായിട്ടും ഒഴിവാക്കുമെന്നും ആ കള്ളപ്പണത്തിൻ്റെ ഈ ബ്ലാക്ക് മണിയെ പൂർണ്ണമായിട്ടും നാട്ടിൽ നിന്ന് ഓടിക്കാൻ വേണ്ടി ഡീമോണിറ്റൈസേഷൻ കൊണ്ട് സാധ്യമാക്കുമെന്നും പറഞ്ഞത് ഇതേ പ്രധാനമന്ത്രിയാണ്. ഒടുവിൽ എന്ത് സംഭവിച്ചു? പറഞ്ഞ വാക്കുകളൊന്നും പാലിക്കാൻ സാധിച്ചില്ല. കള്ളപ്പണത്തെ അതേപടി കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. നിരോധിച്ച പണത്തിൻ്റെ 9% തിരിച്ച് റിസർവ് ബാങ്കിലേക്ക് എത്തുന്ന കാഴ്ച നമ്മൾ കണ്ടു. അന്ന് നോട്ട് നിരോധനത്തിൻ്റെ സമയത്ത് വരി നിന്ന് ATM-ൽ നിന്ന് കുഴഞ്ഞു വീണ മനുഷ്യരുടെ രക്തസാക്ഷിത്വം മാത്രം ബാക്കി. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമുക്ക് പെട്രോളിൻ്റെ വില കുറയ്ക്കുമെന്ന് പറഞ്ഞു. നമ്മൾക്ക് പെട്രോളിൻ്റെ വില കുറഞ്ഞ് കിട്ടിയില്ലെന്ന് മാത്രമല്ല, ക്രൂഡ് ഓയിൽ വില കുറയുമ്പോഴും പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില ഉയർന്നു തന്നെ നിന്നു. അപ്പോൾ 15 ലക്ഷം കിട്ടിയില്ല എന്നത് പോട്ടെ, പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില കുറഞ്ഞില്ല എന്നത് പോട്ടെ, ഒരു വർഷം 2 കോടി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന് പറഞ്ഞു. അത് കിട്ടിയിട്ടില്ല എന്നത് പോകട്ടെ, നമ്മളുടെ നാട് ഏറ്റവും വലിയ ശക്തിയായിട്ട് മാറുമ്പോഴും സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ഗ്രാമീണ മേഖലയിൽ നമ്മൾ നിർഭരരാകുമെന്ന് പറഞ്ഞു. ആ ഗ്രാമീണ മേഖലയിലെ കർഷകരുടെ പരുത്തിയും അതേപോലെ സോയാബീനും ചോളവും അടക്കമുള്ള ഉൽപ്പന്നങ്ങൾ ഇന്ന് അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ കൊണ്ട് കീഴടങ്ങുന്ന അവസ്ഥയിലേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടാകുന്നു. സ്വയം പര്യാപ്തമായ ഗ്രാമങ്ങളെയും കർഷകരെയും അമേരിക്കയുമായിട്ടുള്ള ട്രേഡിലൂടെ നമ്മൾ പണയം വെച്ചിരിക്കുന്ന സാഹചര്യമാണ്. അങ്ങനെ എത്രയെത്ര ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അതിനിടയിലാണ് ഇപ്പോൾ വീണ്ടും യുവാക്കളെ വഞ്ചിച്ചു എന്ന് CJPക്ക് തോന്നുന്നത് പോലെ ഈ കരാറിലും ഒരു ലംഘനം നടന്നിരിക്കുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ഞാനിത് അശുതോഷ് റാങ്കയുടെ എക്സ്പോസ്റ്റ് വായിക്കുകയായിരുന്നു. അതിൽ പ്രധാനമായും പറഞ്ഞിരിക്കുന്ന 2 കാര്യങ്ങൾ. ഒന്ന്, ഈ സമരം അവസാനിപ്പിക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ ഉറപ്പ് നൽകിയതിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ. അതിലൊന്ന്, അറസ്റ്റ് പാടില്ല, ഇതുമായി ബന്ധപ്പെട്ടുള്ള മുഴുവൻ FIR-കളും റദ്ദാക്കും എന്നുള്ളത്. ഒപ്പം തന്നെ ഈ അതിക്രമം നടത്തിയവർക്കെതിരെയുള്ള നടപടികൾ ഇതൊന്നും നടക്കുന്നില്ല എന്നുള്ളതാണ്. നോക്കൂ, എത്ര പേരാണ് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്? CJPയെ കോട്ട് ചെയ്താൽ ആസാമിൽ 8 FIR-കൾ ഇട്ടിട്ടുണ്ട്, കൊൽക്കത്തയിൽ 11 പേർ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, ബീഹാറിൽ 86 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഏത് എഗ്രിമെൻ്റ് വെച്ച് കഴിഞ്ഞതിനു ശേഷവും സർവൈലൻസ് തുടരുന്നു എന്നുള്ളതാണ്. ഡൽഹിയിൽ മുഹമ്മദ് ജുനൈദ് എന്ന് പറയുന്ന ഒരു സാധാരണക്കാരനായ മനുഷ്യൻ ഈ ജന്തർ മന്ദറിൽ സമരം ചെയ്യുന്നവർക്ക് ഭക്ഷണം എത്തിച്ചുകൊണ്ട് അവിടെ നിൽക്കുന്ന കാഴ്ച നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. മുഹമ്മദ് ജുനൈദിനെ, ആ മുഹമ്മദ് ജുനൈദിനെ സർവൈലൻസിലാക്കി ഡൽഹി പോലീസ്. മുഹമ്മദ് ജുനൈദിനെ തടഞ്ഞു വെച്ചിട്ട് കസ്റ്റഡിയിലെടുത്ത് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഈ ഭക്ഷണം വിതരണം ചെയ്യാനുള്ള പണം എവിടെ നിന്ന് വന്നു? ഏത് വിദേശ ഏജൻസി നിങ്ങൾക്ക് നൽകി? മുഹമ്മദ് ജുനൈദിനെ ചോദ്യം ചെയ്യാണ് സമരം അവസാനിച്ചതിന് ശേഷം. അപ്പോൾ സമരത്തിൻ്റെ പേരിൽ ഒരു വ്യക്തിയെയും വേട്ടയാടില്ലെന്നും സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വിദ്യാർത്ഥിയുടെയും പേരിൽ FIR ഇല്ലെന്നും പറഞ്ഞ അതേ സർക്കാർ CJPക്ക് കൊടുത്ത വാഗ്ദാനങ്ങൾ ലംഘിച്ചിരിക്കുന്നു എന്നതാണ് അശുതോഷ് റാങ്കെ പറയുന്ന ഒന്ന്. രണ്ടാമത്തത്, പാർലമെൻറ്റിൽ ആവർത്തിച്ചു പറയുന്നു, ആഭ്യന്തര വകുപ്പ് മന്ത്രി മറുപടി പറയണം. ഇന്നിപ്പോൾ സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന് രൂക്ഷ വിമർശനം ഉണ്ടാകുന്നു. കോക്രോച്ചസ് എന്ന് ഈ ഒരു പദപ്രയോഗം സമ്മാനിച്ച സൂര്യകാന്ത് തന്നെ ആ കാര്യം പറയുന്നു. ലാത്തി ചാർജ് എന്ന് പറയുന്നത് ഒരു പ്രൊട്ടസ്റ്റ് ഉണ്ട് എന്ന് കരുതി ഉടൻ പ്രയോഗിക്കാൻ പറ്റുന്ന ഒന്നല്ല. ആ സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെയാണ്, കോൺ ലാത്തി ചാർജ് ജസ്റ്റ് ബിക്കോസ് ഓഫ് അജിറ്റേഷൻ. ഒരു പ്രതിഷേധമുണ്ട് എന്ന് കരുതി ലാത്തി ചാർജ് നടത്തുക പാടില്ല എന്ന് പറയുന്നത് ചീഫ് ജസ്റ്റിസാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അതിന് ഉത്തരവാദികളായവരെ പിടിക്കണ്ടേ? അതല്ലേ പ്രതിപക്ഷം പറഞ്ഞിരിക്കുന്നത്? ഈ റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിന് വീഴ്ച സംഭവിച്ചു എന്ന് RAF തന്നെ സംബന്ധിച്ചിരിക്കുന്ന കാര്യമല്ലേ? എന്താ RAF റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് എപ്പോഴാ പെരുമാറുക? റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് ഭീകരവാദികളെയും സായുധ കലാപധാരികളെയും നേരിടാൻ വേണ്ടിയിട്ട് CRPFൻ്റെ ഒരു വിങ് രൂപം കൊടുത്തതാണ് ഈ റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ്. ആരെയാണ് നേരിടുന്നത്? അവിടെ കയ്യിൽ അംബേദ്കറുടെ പുസ്തകം, അംബേദ്കറുടെ ചിത്രവും ഭരണഘടനയും ത്രിവർണ്ണ പതാകയുമായിരുന്നു ആ വിദ്യാർത്ഥികളുടെ ആയുധം. അവരെ നേരിടാൻ എന്തിനാണ് റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ്? ഡൽഹി പോലീസ് മതിയാകുമായിരുന്നില്ലേ? ആ ഡൽഹി പോലീസിന് പകരം റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിനെ ഉപയോഗിച്ചു എന്ന് മാത്രമല്ല, ആ റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിലെ ഉദ്യോഗസ്ഥരാണ് ചട്ടവിരുദ്ധമായി കാശ്മീരിൽ ഭീകരവാദികൾക്കെതിരെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന പെല്ലറ്റുകൾ ഉപയോഗിച്ച് വിദ്യാർത്ഥികളുടെ കാഴ്ചശക്തിയെപ്പോലും നശിപ്പിക്കത്തക്ക രീതിയിൽ തുടർച്ചയായി പെല്ലറ്റ് ഉപയോഗിച്ചത്. എന്നിട്ട് ആ ഉദ്യോഗസ്ഥനെതിരെ നടപടിയില്ല. ഒരു വിദ്യാർത്ഥിനിയുടെ കരണക്കുറ്റിക്ക് കൈവീശിയടിച്ച സന്ദീപ് പാണ്ഡെ ആ സ്ഥലത്തെ ഡ്യൂട്ടിയിൽ നിന്ന് മാറ്റിക്കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ആ ഉദ്യോഗസ്ഥനെതിരെ നടപടിയില്ല.
വിദ്യാർത്ഥിനിയുടെ ശരീരത്തിലേക്ക് വളരെ മോശമായ രീതിയിൽ ആക്രമണം നടത്തിയ 2 പോലീസുകാരുണ്ട്. എന്നിട്ട് അവർ അത് കണ്ടുനിന്ന് ചിരിക്കുന്നുണ്ട്. അവർക്കെതിരെ നടപടിയില്ല. നോക്കൂ, ഇതിന് ഉത്തരവാദികളായ മുഴുവൻ ആളുകളെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നുള്ള രണ്ടാമത്തെ പ്രധാനപ്പെട്ട ആവശ്യവും അത് പ്രതിപക്ഷത്തിൻ്റെ ആവശ്യമായിരുന്നു. അതും ഇതുവരെയും നടന്നില്ല. അത് മറുപടി പറയേണ്ട ആഭ്യന്തര വകുപ്പ് മന്ത്രി ഇന്ന് പാർലമെന്റിൽ എത്തിയിട്ടില്ല. പ്രധാനമന്ത്രി പാർലമെന്റിൽ എത്തിയിട്ടില്ല. ആരോടാണ് ചോദിക്കേണ്ടത് ഇന്ത്യ? ആരോടാണ് ചോദിക്കേണ്ടത് പ്രതിപക്ഷം? അതുകൊണ്ടാണ് വീണ്ടും ഒരിക്കൽ കൂടി കൊടുത്ത വാക്കുകൾ തെറ്റിക്കുന്നു കേന്ദ്രമെന്ന തോന്നലുണ്ടാക്കുന്നത് CJPയുടെ പ്രസ്താവന വന്നിരിക്കുന്നത്. അപ്പോൾ ഇനി വീണ്ടും പാർലമെന്റ് അവർ പറഞ്ഞിരിക്കുന്നത് സിറ്റ് ഇൻ പ്രൊട്ടസ്റ്റ് തുടരുമെന്നാണ്. ജന്തർ മന്ദറിലേക്ക് ഞങ്ങൾ തിരിച്ചെത്തുമെന്ന് പറയുന്നു CJP. ഈ വാഗ്ദാനങ്ങൾ നിങ്ങൾ പാലിച്ചില്ലെങ്കിൽ കേന്ദ്ര സർക്കാർ എന്താ കരുതിയത്? കേന്ദ്ര സർക്കാർ കരുതിയത് ഇത് പറഞ്ഞുകൊടുത്ത് ഈ പാർട്ടികളെ ഒരിക്കൽ ഓടിച്ചു വിട്ടാൽ പിന്നീട് അവർ തിരിച്ച് ഇതേ മൊമെന്റത്തിൽ വരില്ലല്ലോ എന്നാണ്. പക്ഷേ നോക്കൂ, അതാണ് കേന്ദ്ര സർക്കാരിൻ്റെ തീരുമാനമെങ്കിൽ ഡോണ്ട് അണ്ടർ എസ്റ്റിമേറ്റ് കോക്രോച്ചസ്. നിമിഷ നേരം കൊണ്ട് പട്നയിലും അതേപോലെ ജാർഖണ്ഡിലും റാഞ്ചിയിലും ബാംഗ്ലൂരുവിലും കൊച്ചിയിലും ഒരേപോലെ ഈ നേതൃത്വത്തിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള വലിയ പ്ലാറ്റ്ഫോം ഇല്ലാതെ ഈ ചെറുപ്പക്കാർക്ക് ഒരുമിച്ച് കൂടാൻ കഴിയുമെങ്കിൽ ഏതു നിമിഷവും ഇനിയൊരു പ്രക്ഷോഭത്തിന് വിദ്യാർത്ഥികൾക്ക് കരുത്തുണ്ട്. അത് ഈ കേന്ദ്ര സർക്കാർ തിരിച്ചറിയാതെ പോകുന്നു എന്നുള്ളതാണ്. കീടങ്ങൾ ഇവിടെ കൊണ്ട് അവസാനിക്കില്ല. പ്രധാനമന്ത്രി ഇതിന് മറുപടി പറയേണ്ടി വരും. നോക്കൂ, പ്രധാനമന്ത്രി ഇതിനു മാത്രമല്ല, ഇനി നേരത്തെ പിയാസും സൂചിപ്പിച്ചതുപോലെ ഈ അയോധ്യ വിഷയം രാമനെ വെച്ചായിരുന്നല്ലോ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിനെ നേരിട്ടത്. ആ അയോധ്യയുമായി ബന്ധപ്പെട്ട് താൻ പ്രാണപ്രതിഷ്ഠ നടത്തിയ അയോധ്യയിലെ സംഭാവനക്കൊള്ളയുമായി ബന്ധപ്പെട്ട ഒരു വാക്ക് ഇതുവരെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറഞ്ഞിട്ടില്ല. രാത്രിയിൽ വീഡിയോ ഇട്ട് ഇൻസ്റ്റാഗ്രാമിലിട്ട് സന്ദേശം നൽകാൻ വരുന്ന പ്രധാനമന്ത്രിക്ക് പാർലമെന്റിൽ അത് പറയാനുള്ള ബാധ്യതയുണ്ട്. CJPയിൽ മാത്രമല്ല, ഈ അയോധ്യയുടെ വിഷയത്തിലും പ്രതിപക്ഷത്തിൻ്റെ ചോദ്യങ്ങൾക്ക് മുന്നിൽ കീഴടങ്ങേണ്ടി വരും. കാര്യം ഈ നിമിഷം വരെയും സമ്പത്ത് റായ് എന്ന് പറയുന്ന ട്രസ്റ്റിൻ്റെ ചെയർമാനെ FIR ഇട്ട് കേസെടുത്ത് അറസ്റ്റ് ചെയ്തിട്ടില്ല. ഭണ്ഡാരപ്പെട്ടിയിൽ നിന്ന് വാരിക്കൊണ്ടുപോയത് 5-10 രൂപയല്ല, കോടിക്കണക്കിന് രൂപയാണ്. അതാണ് ഇനി രണ്ടാമത്തെ കീടങ്ങളായി വരാൻ പോകുന്നത്. മൂന്നാമത്തത് ഭാഗീരഥി ചൗധരി എന്ന് പറയുന്ന സഹമന്ത്രിയെക്കുറിച്ച് പറയാം. അദ്ദേഹം എന്താ ചെയ്തത്? അദ്ദേഹം കൃഷിവകുപ്പ് മന്ത്രിയാണ്. കൃഷിവകുപ്പിന് സബ്സിഡികളുണ്ട്. സ്വന്തം ഫാമിൽ കുക്കുംബറിൻ്റെ ഫാമായിരുന്നു അജ്മീറിൽ ഉണ്ടായിരുന്നത്. 99,60,000 രൂപയാണ് സ്വന്തം വകുപ്പിൽ നിന്ന് ഈ പറയുന്ന ഭാഗീരഥി ചൗധരി എന്ന് പറയുന്ന കൃഷി സഹമന്ത്രി കൈപ്പറ്റിയിരിക്കുന്നത്. സ്വന്തം വകുപ്പിൽ നിന്ന് ആ വകുപ്പിൻ്റെ സബ്സിഡി 99 ലക്ഷം, ഏകദേശം 1 കോടി രൂപയ്ക്ക് 40,000 രൂപ മാത്രം ബാക്കി. ഈ കൃഷി വകുപ്പ് മന്ത്രി ചോദ്യങ്ങൾ നേരിടാൻ പോവുകയാണ് പാർലമെന്റിൽ. അവിടെയും കീഴടങ്ങേണ്ടി വരും. അത് കഴിഞ്ഞാണ് ഇപ്പോൾ പ്രക്ഷോഭം തുടങ്ങിക്കൊണ്ടിരിക്കുന്ന E20 പെട്രോളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള E20 ജനതാ പാർട്ടിയുടെ ചോദ്യം. നോക്കൂ, 2 രീതിയിലാണ് ആ സമരം ഇപ്പോൾ നടക്കുന്നത് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. ഒന്ന്, ഒരു നാഷണൽ ടൗൺ ഹാൾ വിളിച്ചിട്ടുണ്ട് ആം ആദ്മി പാർട്ടി. അതേപോലെ E20യുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു എഥനോൾ ഒരു ടീം ഭാരത് എന്ന് പറയുന്ന ഒരു ആശയം രൂപീകരിച്ചിട്ടുണ്ട്. ആരാണ്? തഹസീൻ പുരാവാൽക്കർ. ജൂലൈ 31-ാം തീയതി പാർലമെന്റിലേക്ക് ഡൽഹിയിലേക്ക് മാർച്ച് നടത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുക. കോക്രോച്ചിനെ പോലെ E20 ജനതാ പാർട്ടിയും ഒരു പക്ഷേ ഇനി ഈ സർക്കാരിനെ വിറപ്പിക്കാൻ പോവുക. ചെറിയ കഥയല്ല കേട്ടോ പ്രിയപ്പെട്ട പ്രേക്ഷകരെ. എന്താ ഇതിനകത്ത് നിതിൻ ഗഡ്കരിക്കെതിരെയുള്ള പ്രശ്നം? ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരിയുടെ 2 മക്കൾ, ആ 2 മക്കൾക്ക് 2 കമ്പനികൾ, ഒന്ന് സിയാൻ എന്ന് പറയുന്ന ഒരു കമ്പനി, രണ്ടാമത്തെ കമ്പനി മനസ് എന്ന് പറയുന്ന രണ്ടാമത്തെ കമ്പനി. ഇത് 2 അഗ്രോ ഇൻഡസ്ട്രീസ് കമ്പനികളാണ്. എഥനോൾ അടക്കം നിർമ്മിക്കുന്ന ഈ പറയുന്ന കരിമ്പിൽ നിന്ന്, മെയ്സിൽ നിന്ന്, ചോളത്തിൽ നിന്ന് ഒക്കെ എഥനോൾ നിർമ്മിക്കുന്ന കമ്പനിയാണ്. ആ കമ്പനിയുടെ 2024 ജൂൺ മാസത്തിലെ വരുമാനത്തെക്കുറിച്ച് ഒരു ലേഖനം പറയുന്നുണ്ട്. കേവലം 17 കോടി രൂപ മാത്രമായിരുന്നു സാർ. ആരുടെ? സിയാൻ എന്ന് പറയുന്ന കമ്പനിയുടെ, അത് നിതിൻ ഗഡ്കരിയുടെ ഒരു മകൻ്റെ കമ്പനിയാണ്. ആ കമ്പനിയുടെ വരുമാനം 17 കോടി മാത്രമായിരുന്നു. 2026 ആയപ്പോഴേക്കും അത് 1200 കോടി രൂപയായി കൂടി. എങ്ങനെയാണ് 2 വർഷം കൊണ്ട് 17 കോടി 1200 കോടി രൂപയായി കൂടുന്നത്? ആ സമയത്താണ് എഥനോൾ 10% നിന്ന് 20% വർദ്ധിപ്പിക്കാനുള്ള തീരുമാനമുണ്ടാവുന്നത്. അതായത് മാർക്കറ്റിലെ പെട്രോളിൻ്റെ റേറ്റിനേക്കാൾ കൂടുതൽ എഥനോൾ ഈ പറയുന്ന കമ്പനിയിൽ നിന്ന് വാങ്ങി നമ്മുടെ പെട്രോൾ വാഹനങ്ങളിൽ അടിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. ഒരു തരത്തിലുള്ള പരിശോധനയുമില്ലാതെ. ഏത് പരിശോധന? ഈ 2023 മുൻപ് നിർമ്മിച്ച വാഹനങ്ങളിൽ ആ രീതിയിലുള്ള ഒരു പരിശോധനയുമില്ല. ഇന്ന് 67% വാഹന ഉടമകളും, അതായത് 2023 മുൻപ് രജിസ്റ്റർ ചെയ്ത പെട്രോൾ വാഹനങ്ങളുടെ 67% ആളുകളും പറയുന്നു മൈലേജ് ഡ്രോപ്പ് ഉണ്ടാവുന്നു, അവിടെ വെയർ ആൻഡ് ടയർ ഉണ്ടാവുന്നു, അവരുടെ ഉപകരണങ്ങൾക്ക്, വണ്ടിയുടെ ഉപകരണങ്ങൾക്ക് കേടുപാടുകളും തേയ്മാനവും കൂടുതലായിട്ടുണ്ടാവുന്നു. ഇതിപ്പോൾ സമ്മതിക്കേണ്ടി വന്നിരിക്കുക കേന്ദ്ര സർക്കാരിന്. ആര് സമാധാനം പറയും? ഈ 67%-ഓളം 2023 മുമ്പുള്ള പെട്രോൾ വാഹനങ്ങൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന പെട്രോൾ വാഹന ഉപഭോക്താക്കളുടെ ഈ ആവശ്യത്തിന് ആര് സമാധാനം പറയും? എന്നിട്ട് ഇനി ഈ 100ലേക്ക് എത്താൻ പറ്റുമോ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക. ഡീസലിലേക്ക്
ഐസോബ്യൂട്ടനോൾ ഉപയോഗിച്ചുകൊണ്ടുള്ള മിശ്രിതം ചേർക്കുന്നതിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരു കമ്പനി തടിച്ചു വളരുന്നുണ്ട് ഒരു ഭാഗത്ത്, മറുഭാഗത്ത് ജനങ്ങളുടെ വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നുണ്ട്. ഇന്ത്യയുടെ ഫുഡ് പ്രൊഡക്ഷൻ എത്ര വേണമെന്നറിയാമോ? അത് ഈ നൂറ്റാണ്ടിൻ്റെ പകുതിയാകുമ്പോഴേക്കും 480 ബില്യൺ നമ്മുടെ ഫുഡ് പ്രൊഡക്ഷൻ വേണം. ഇപ്പോഴുള്ളതാവട്ടെ 354 ബില്യൺ മാത്രമാണ്. ആരും അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. പക്ഷേ എഥനോൾ നിർമ്മിക്കുന്നതിനെക്കുറിച്ചുള്ള വലിയ ചർച്ചകൾ നടക്കുകയാണ്. അതിനുവേണ്ടി നോക്കൂ, പൗരന്മാർക്ക് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമില്ല. പഞ്ചസാരയുടെ വില കൂടി. നോക്കൂ, പഞ്ചസാരയുടെ വില കൂടുകയാണ്. പഞ്ചസാര വില കൂടുന്നു. ഇതാണോ സാധാരണക്കാരെ സഹായിക്കുന്ന ആം ആദ്മി ഗവൺമെന്റ്? ഇതാണോ എല്ലാവരും ഉൾക്കൊള്ളുന്ന ഇൻക്ലൂസീവ് ഗവൺമെന്റ്? ഈ പഞ്ചസാരയുടെ വില കൂടുകയാണ്. കാരണം എന്താ? എഥനോൾ പ്രൊഡക്ഷനിലേക്ക് പോവുകയാണ്. എഥനോളിലേക്കാണ് കൂടുതൽ പണം കിട്ടുക. ഇതേപോലുള്ള കമ്പനികൾ തഴച്ചു വളരുന്നു. സാധാരണക്കാരൻ്റെ പെട്രോൾ വാഹനങ്ങൾ ഉപയോഗിക്കുന്നവൻ്റെ അവസ്ഥ നോക്കൂ. ഇനി ഡീസൽ വാഹനങ്ങളിലേക്ക് അത് കടന്നു വരാൻ പോവുകയാണ്. അതിന് നൽകുന്ന വ്യാഖ്യാനവും പിഴച്ചു പോകുന്നു എന്നതാണ്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കീടങ്ങൾ തുടരുമോ എന്ന ചോദ്യത്തിന് ഇത് പ്രധാനമന്ത്രിയിൽ അവസാനിക്കില്ല, ആഭ്യന്തര വകുപ്പ് മന്ത്രിയിൽ അവസാനിക്കില്ല, വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയിൽ അവസാനിക്കില്ല, കൃഷി സഹമന്ത്രിയെ ഭാഗീരഥി ചൗധരിയും ഒപ്പം ഗതാഗത വകുപ്പ് മന്ത്രിയായ നിതിൻ ഗഡ്കരിയിലേക്കും ചോദ്യങ്ങൾ ഉയരും എന്ന് തന്നെയാണ്. അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടി ഞാൻ പറയാം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇപ്പോൾ നേരത്തെ മാധു സൂചിപ്പിച്ചതാണ്, ഇത് പൊതുവേ ഒരു ബോധമായി രൂപപ്പെട്ടു വരുന്നുണ്ട്. ഈ സമരം പരാജയപ്പെട്ടു പോയ യുവജനതയുടെ സമരത്തിന് മുന്നിൽ പരാജയപ്പെട്ടു പോകുമ്പോൾ ആ യുവജനത അവരെ എന്തു ചെയ്യണമെന്നാണ് കേരളത്തിലെ ഒരു സംഘപരിവാറിൻ്റെ ബൗദ്ധിക പ്രമുഖൻ പറയുന്നത്. എനിക്ക് അധികാരം കിട്ടിയാൽ കർഫ്യൂ ഏർപ്പെടുത്തി അവരെ മുഴുവൻ വെടിവെച്ചിട്ട് ആ ശവശരീരങ്ങൾ എടുത്തുകൊണ്ട് പോകുമെന്ന്. ആരെക്കുറിച്ചാണ് പറയുന്നത്? 15ഉം 18ഉം വയസ്സ് മാത്രം പ്രായമുള്ള ഈ നമ്മളുടെ വിദ്യാർത്ഥികൾ തെരുവിൽ സമരം ചെയ്യുമ്പോൾ ആ വിദ്യാർത്ഥികളെ വെടിവെച്ചു കൊല്ലാൻ മനസ്സില്ലാത്ത ഒരു സംഖ്യയുടെ ബൗദ്ധിക പ്രമുഖൻ എന്ന് പറയുക. 15ഉം 16ഉം വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുഞ്ഞുങ്ങളുടെ ഉടുപ്പിൻ്റെ വ്യാപ്തിയെക്കുറിച്ചും അതിലെ ഗ്യാപ്പിനെക്കുറിച്ചും ആലോചിച്ചുകൊണ്ട് പറയുകയാണ്. എത്ര മോശമായ രീതിയിലാണ് അയാൾ സംസാരിക്കുന്നത് നോക്കുക. എന്നിട്ട് ആ കുട്ടികളെ ആക്ഷേപിക്കുകയാണ്. എന്നിട്ട് കൂട്ടബലാത്സംഗത്തിന് പ്രോത്സാഹനം നൽകുന്ന തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ നൽകുന്നതായി ഇപ്പോൾ ആരോപണങ്ങൾ ഉണ്ടാവുകയാണ്. വിവിധ സോഷ്യൽ മീഡിയകളിൽ ആ പ്രൊഫൈലുകളുണ്ട്. ഒരു റേപ്പിസ്റ്റായിട്ട് ഒരാൾ സ്വയം അവതരിക്കുകയാണ്. എന്നിട്ട് അയാൾ ആഹ്വാനം നടത്തുകയാണ് കൂട്ടബലാത്സംഗത്തിന് വേണ്ടിയിട്ട്. എന്നിട്ട് ചില ഉദാഹരണങ്ങൾ നിരത്തുകയാണ്. ഇങ്ങനെയുള്ള മനസ്ഥിതിയുമായി ചില കൂട്ടർ ഒരു ഭാഗത്ത് തുടരുന്നുണ്ട്. അത് ഇനി ഈ ജനസഞ്ചയത്തെ വരാൻ പോകുന്ന വലിയ മാറ്റങ്ങളുടെ തുടക്കമാകുമെന്നാണ് ഞാൻ കരുതുന്നത്. കീടങ്ങൾ തുടരും. അത് ഒരു വിഷയത്തിൽ മാത്രമാവില്ല, ഒരുപാട് വിഷയങ്ങൾ ഈ കേന്ദ്ര സർക്കാരിന് മുന്നിൽ ചോദ്യമായിരുന്നു. പക്ഷേ അതിന് പ്രധാനമന്ത്രിയെ നമുക്കൊന്ന് പകൽ വെളിച്ചത്തിൽ പാർലമെന്റിൽ കാണാൻ കഴിയണം. ആഭ്യന്തര വകുപ്പ് മന്ത്രിയെ പകൽ വെളിച്ചത്തിൽ കാണാൻ കഴിയണം. ഓരോ മന്ത്രിമാരായി ചോദ്യം വരുന്ന മന്ത്രിമാരെല്ലാം പാർലമെന്റിൽ നിന്ന് ഓടിയൊളിക്കുന്ന സാഹചര്യമാണ്. അത്യന്തം നിർഭാഗ്യകരമെന്നേ പറയണ്ടു. Meet the editors.